ഹലോ, സന്തോഷം, സമാധാനം, സാഹോദര്യം, സർവസമ്പൽ സമൃദ്ധി. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഇതാണ് ഞാനും നിങ്ങളും എല്ലാ വർഷവും എല്ലാവർക്കും കൊടുക്കുന്നത്. എല്ലാവർക്കും എല്ലാം പ്രാപ്യമാകാറില്ല. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് നമ്മളെ എനിക്ക് എന്ത് വേണം, എന്തില്ല, ഈ തിരിച്ചറിവിൽ നിന്നാണ് എനിക്ക് എന്തുണ്ടെന്നുള്ള സന്തോഷം. അതെല്ലാവർക്കും സന്തോഷമാണോ, സമാധാനമാണോ, സർവൈശ്വര്യമാണോ എനിക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. എനിക്ക് എന്തില്ലെന്ന് നാട്ടുകാരറിയണതിന് മുമ്പ് ഞാൻ സ്വയം അറിഞ്ഞു കഴിഞ്ഞാൽ അത് നേടിയെടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് പറയുന്നിടത്തു നിന്ന് നമ്മുടെ പദം പറച്ചിൽ, പരിദേവനം, ദീർഘശ്വാസം പിടിയിൽ, എണ്ണിപ്പറക്കൽ, പരാതി പറച്ചിൽ, അതെല്ലാം പോയിട്ട് എൻ്റെയും നിങ്ങളുടെയും മനസ്സ് ക്രിസ്റ്റൽ പോലെ ക്ലിയർ ആയിട്ട് ഇരുന്നാൽ പിന്നെ ആ കൂട്ടത്തിൽ നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യം, തോൽക്കാൻ എനിക്ക് മനസ്സില്ല, ആത്മഹത്യ ചെയ്യാനും മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആറ്റിറ്റ്യൂഡോടെ ജീവിതത്തിൽ വരുന്ന എന്ത് നല്ലതിനെയും ചീത്തതിനെയും നമ്മൾ ഒരു ആവേശത്തോടെ എടുക്കുകയും ഒരു ചലഞ്ചസ് ആയിട്ട് എടുക്കുകയും ചെയ്താൽ ആത്മഹത്യക്കോ തോൽവിക്കോ എൻ്റെ മനസ്സിലോ എൻ്റെ ശരീരത്തിലോ എൻ്റെ പ്രവൃത്തിയിലോ ഇടമില്ലെന്ന് സ്വയം തീരുമാനിക്കാൻ ഒരാഹ്വാനമാണ് എനിക്ക് തരാൻ നിങ്ങളോടുള്ളത്. ഇത് ജീവിതകലയുടെ ഒരു വലിയ ജീവനകലയ്ക്ക് വേണ്ടി നമുക്ക് അഭ്യസിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെയും ഒരു 60-ന് പുറകോട്ടുള്ള വയസ്സുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തതുകൊണ്ടാണോ നമ്മൾ ഇതുവരെ ആത്മഹത്യ ചെയ്യാത്തതോ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാത്തതോ? നമ്മൾ കഷ്ടങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും ജയങ്ങളും ടേസ്റ്റ് അറിയിച്ച് വളർത്തിയൊരു തലമുറയായിരുന്നു. ഇനിയുള്ള തലമുറയ്ക്കും അത് കൊടുക്കണമെന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. സോ എല്ലാവർക്കും ഈ ആശംസകളും ഈ സന്തോഷങ്ങളും നിലനിർത്തുവാൻ സ്വയം നമ്മൾക്ക് കണ്ടെത്താം. തോൽക്കാൻ എനിക്ക് മനസ്സില്ല, ഒപ്പം ആത്മഹത്യ ചെയ്യാനും. ജീവിതം പകുതി വെച്ചിട്ട് വഴിമുറ്റി നിർത്താനുള്ളതല്ല, ജീവിച്ച് തീർക്കാനുള്ളതെന്നുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാവരിലേക്കും പകരാൻ വേണ്ടി എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.